ഹായ്, എന്താ പാടെ? സുഖല്ലേ? നമ്മുടെ കേരളത്തിൽ വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിനെ തന്നെ നന്നായി ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. എന്താ സംഭവം എന്നല്ലേ? തൊപ്പിയും ഗ്യാങ്ങും പിരിഞ്ഞു. അറിഞ്ഞു നിങ്ങളെ? അതായത് ഒരു 3 മാസമായിട്ട് ഇവരെ കുറിച്ചിട്ട് ഒരു വിവരവും ഇല്ല. സോഷ്യൽ മീഡിയയിലും ഇല്ല, എവിടെയില്ല. മുമ്പൊക്കെ ഫുള്ള് നിറഞ്ഞു നിന്നിരുന്നു. എത്ര ആളുകൾ വിചാരിച്ചിരുന്നു, ഞാൻ പോലും വിചാരിച്ചിരുന്നു, ഹൗ ജീവിക്കുകയാണെങ്കിൽ തൊപ്പിയുടെ മാതിരി ജീവിക്കണം എന്നുള്ളത്. കാരണം അമ്മാതിരി റിച്ച് ജീവിതല്ലേ. ഒരു നാൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു നാളും കൊണ്ട് ആഴ്ചകളായപ്പോഴത്തിന് നല്ല അടിപൊളി ഒരു BMW കൊടുത്തു. അതിനുശേഷം തൊപ്പിയെ സോഷ്യൽ മീഡിയയും ആളുകളും എല്ലാം നന്നായി വാഴ്ത്തി. ജീവിക്കുകയാണെങ്കിൽ തൊപ്പിയുടെ മാതിരി ജീവിക്കണം, ഓനാണ് ആൺകുട്ടിന്ന്. എന്നാൽ ഈ തൊപ്പിയുടെ തുടക്കം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ പറയാൻ എനിക്കറിയും. ആദ്യം വീട്ടുകാര്, അത് കഴിഞ്ഞ് നാട്ടുകാര്, അത് കഴിഞ്ഞ് പോലീസ്, പിന്നെ കോടതി, എല്ലാം വട്ടം ചുറ്റി ആക്രമിച്ചിട്ടും പാറമ്മ പുല്ല് മുളച്ച മാതിരി അതിനൊക്കെ പൊന്തി ഓന് ഉഷാറായി ഇങ്ങോട്ട് വന്നു. അതിലുപരി ഓൻ ഭയങ്കര നന്മമരമായിരുന്നു. എങ്ങനെ? എല്ലാവർക്കും സഹായങ്ങള്, പ്രായമായ ആളുകൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുക്കുക, വീഡിയോ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗിക്ക് ഹോസ്പിറ്റൽ ബില്ല് സർപ്രൈസ് ആയി കെട്ടുക, ഇങ്ങനെയുള്ള എല്ലാ നന്മമരവും ചെയ്തിരുന്നു. പക്ഷെ ഇതിന്റെയൊക്കെ പിന്നില് വേറെ പലരുടെയും കണ്ണീരിന്റെ കഥയാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രത്തോളം സത്യമാണ് എന്നുള്ളതൊന്നും അറിയില്ല. കാരണം തൊപ്പി എന്ന് പറഞ്ഞൊരു വ്യക്തിനെ കുറിച്ചിട്ട് ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ മോശമായിട്ടൊരു വീഡിയോ തൊപ്പിക്ക് എതിരായി ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവൻ വന്ന സാഹചര്യം കൂടി ഒന്ന് നോക്കേണ്ടിയിരുന്നു. നമ്മള് തൊപ്പിനോട് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ അവന്റെ പ്രോഗ്രാം ഒന്നും കാണലില്ലെങ്കിലും അവൻ വന്ന സാഹചര്യങ്ങള് വല്ലാത്തൊരു സാഹചര്യങ്ങളാ. പക്ഷെ അതിന്റെയൊക്കെ സത്യാവസ്ഥ അപ്പൊ പുറത്ത് ഓരോന്ന് ഇവര് തെറ്റിയപ്പോ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഷമീർ എന്ന് പറഞ്ഞ ഇവന്റെ കൂടെയുള്ള ഇവൻ തന്നെ കൊടുന്ന് ഈ സ്ട്രീമിന്റെ മുമ്പിൽ ഇരുത്തി ഗെയിം കളിപ്പിക്കലും യൂട്യൂബില് ലൈവ് പോകേണ്ട എല്ലാം തുടങ്ങിയ കാര്യങ്ങൾ ഈ തൊപ്പി തന്നെ ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവസാനം ഇരുന്ന് കിട്ടുന്ന വരുമാനങ്ങൾ മുഴുവൻ തൊപ്പിക്ക് മാത്രമാണ് പോകുന്നത്. ഇവർക്ക് ആർക്കും ഒരു ചായ കുടിക്കാൻ പോലുള്ള കാശ് പോലും ഇവൻ കൊടുക്കുന്നില്ല എന്നുള്ള ആരോപണമൊക്കെ ആയിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇന്ന് തൊപ്പി പറയുന്ന വിഷയം എന്താണ്? ഇവര് പല പെണ്ണുങ്ങൾക്കും ഫോൺ ചെയ്തിട്ട് പല മോശത്തരത്തിലുള്ള വീഡിയോ കോളൊക്കെ ചെയ്യുന്നത് ഞാൻ പലപ്പോഴായി കണ്ടു. അതിന്റെ പേരിലൊക്കെയാണ് ഞാൻ അവരെ ഒഴിവാക്കിയിരിക്കുന്നത്. കൂടെ നിർത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയിരിക്കണേ എന്ന് പറഞ്ഞിട്ട് ഷമീറിന്റെ ആണോ അതോ വേറെ മമ്മൂന്റെ ആണോ ആരുടെ അറിയില്ല, ഒരാളുടെ ഒരു ന്യൂഡ് ഫോട്ടോ ഒക്കെ ഇതിനകത്ത് പോസ്റ്റ് ചെയ്ത് വെല്ലുവിളിച്ചിരിക്കണു. ഇത് നിങ്ങളുടെ അല്ലാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബ്ലർ ഒഴിവാക്കിയിട്ട് ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട് തൊപ്പിയും വെല്ലുവിളിച്ചിരിക്കണു. ഇപ്പൊ സംഭവത്തിന്റെ പോക്കം കിട്ടാന്ന് ചോദിച്ചാൽ രണ്ടുപേരും വേസ്റ്റ് കുഴി തോണ്ടാൻ തുടങ്ങിയിരിക്കണു. അതായത് ഈ ഷമീർ എന്ന് പറയുന്നവന്റെ പെങ്ങളുടെ കല്യാണത്തിന് കുറച്ച് കാശ് ചോദിച്ചു തൊപ്പിനോട്. അപ്പൊ തൊപ്പി കൊടുത്തിട്ടില്ല. അത് തൊപ്പി എന്റെ അടുത്ത് കാശൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഷമീർ പറയുന്നത് ഞാൻ തന്നെ അവനക്ക് 1.5 ലക്ഷം ഉറുപ്പ്യ മാസം ഇവനക്ക് ഉണ്ടായി കൊടുക്കുന്നുണ്ട്. ശമ്പളമായിട്ട് 1 രൂപ പോലും ഇത്രയും കാലമായിട്ട് എനിക്ക് തന്നിട്ടില്ല. അതേപോലെ തന്നെ എന്റെ കൂടെ ആർക്കും ഇവൻ കൊടുത്തിട്ടില്ല. കിട്ടുന്ന കാശും കൊണ്ടും ഇവൻ അടിച്ചു പൊളിക്കാണ് തൊപ്പി. ഈ തൊപ്പി എന്ന് പറയുന്ന ആള് നല്ലതാണ്. പക്ഷെ നിഹാല എന്ന് പറഞ്ഞിട്ട് വേറൊരാളുണ്ട്. ആ നിഹാല എന്ന് പറയുന്നവനാണ് ഏറ്റവും വലിയ മോശക്കാരെന്നാണ് പറയുന്നത്. പിന്നെ ഇവർ ഈ ക്യാമറയുടെ മുമ്പില് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സഹായവും കാര്യങ്ങളും ഫുള്ള് ഡ്രാമയാണ് എന്നുള്ളതും ഇവരെന്നെ പറയുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോ ഒരു വീഡിയോ കാണിച്ചു തരാം. ഈ മമ്മുഞ്ഞും ഷമീറും ഇരുന്ന് പറയുന്നത്. ആദ്യം അതൊന്ന് കേൾക്കുക. നമ്മള് ശരിക്കും എന്റെ യഥാർത്ഥ പണിയെന്ന് വെച്ചാല് ഞങ്ങളുടെ ഷഡ്ഡി അലക്കലാണ്. അതായത് റാംബോന്റെയും നിയാദിന്റെയും ഷഡ്ഡി അലക്കലാണ്. അതും ഒരു 3 ആഴ്ചക്കുള്ളിൽ അവന്റെ ഷഡ്ഡി അലക്കിയിട്ടില്ലെങ്കിൽ മൊത്തിക്ക് അടി പോകും. കാരണം അവിടെ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവൂല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഞാൻ പറയുന്നത് വെച്ചാല് അത് അനുഭവിക്കണം. കാരണം അനുഭവിച്ച ആൾക്കാരാണ് നമ്മൾ. ഓന്റെ ഷഡ്ഡി അലക്കലും ഓന്റെ ഷൂ തുടക്കല് ഓന്റെ കാറ് എല്ലാം ഒരു കുഴപ്പമില്ല. അതൊന്നും കാരണം നമ്മള് കൂടി സഞ്ചരിക്കുന്ന വണ്ടിയാണ്, ഉപകാരമുള്ള വണ്ടിയാണ്. പക്ഷെ ഇത് നമ്മളെ അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ അതെല്ലാം അനുഭവിക്കാം. ഷഡ്ഡിയാല പറഞ്ഞ മനസ്സിലായോ? അതായത് പണ്ടില്ലോല് പറഞ്ഞു, എന്താ അറിയോ, ഖബർ ജീവിതവും ഗൾഫ് ജീവിതവും ഇത് രണ്ടും ഒരിക്കലും ഒരാളോട് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റൂല. അത് നേരിട്ട് പോയി അനുഭവിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ അതിൽക്ക് 3ാമതൊന്നും കൂടി ആഡായിക്കുന്നു. എന്താ അറിയോ, മമ്മുഞ്ഞിന്റെ തൊപ്പിനോടത്തുള്ള ജീവിതം അത് പറഞ്ഞാൽ മനസ്സിലാവൂല, അനുഭവിച്ചാലേ അറിയുള്ളൂ. നമ്മളൊക്കെ പാടൊരു വണ്ടി എടുത്തിട്ട് കൊണ്ടാക്കിയതാണല്ലോ അവൻ അവിടെ. ഇവിടെ നിൽക്കേ, എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ച് നിൽക്കേ എന്ന് പറഞ്ഞിട്ട് അവനാക്കി പോന്നതാണല്ലോ. ഒപ്പം അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ ഓനിക്ക് പറ്റൂലെങ്കിൽ ഓനിക്കിട്ട് ഇറങ്ങി പോന്നൂടാന്നില്ലേ.
ഉപ്പൻ്റെ താങ്ങിയിട്ട് എന്തിനങ്ങനെ നിൽക്കണു. എന്നിട്ട് ഇത്രയും കാലം നിന്നിട്ട് ഇപ്പോൾ പറയണേ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല, അത് അനുഭവിച്ചാലേ അറിയുള്ളൂ എന്ന്. ഇവനവിടെ ഇട്ട് പൂട്ടിയിരിക്കുന്നു, പുറത്തിറങ്ങാൻ ഒരു കോലം ഉണ്ടായിരുന്നില്ല. പൊന്നാന മമ്മുഞ്ഞ് എമ്മാരത്തെ മുട്ടിനാന്ന് പറയരുത്. ഓൻ ചെയ്തോ ചെയ്തില്ലേ, നിങ്ങൾക്ക് ശമ്പളം തന്നോ തന്നില്ലേ എന്നുള്ളതൊന്നുമല്ല വിഷയം. പക്ഷെ ഇപ്പൊ പറഞ്ഞ ഈ എന്താ പറയാ ന്യായീകരണം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ബ്ലണ്ടർ. ഈ തൊപ്പി എന്ന് പറയുന്നവൻ തുടങ്ങിയത് തന്നെ എങ്ങനെയാണ്, എന്തെല്ലാം തരം യുദ്ധങ്ങളാണ് ഈ സോഷ്യൽ മീഡിയയിൽ നടത്തിയിരിക്കണത്. ആദ്യം അവനെ പെരക്കാരെ എതിർത്തു, പിന്നെ നാട്ടുകാരെ എതിർത്തു, അത് കഴിഞ്ഞ് പോലീസ് എതിർത്തു, അത് കഴിഞ്ഞ് കോടതിയിലെത്തി നിയമം എതിർത്തു. ഇത്രയൊക്കെ എതിർത്തിട്ടും പാറമ്മ പുല്ല് മുളച്ചമായും പിന്നെയും പൊന്തി വന്നു. ആ സമയത്ത് നിങ്ങളെല്ലാരും പാടെ തൊപ്പിയുടെ പിന്നാലെ ഒന്ന് കൂടാന്ന് പറഞ്ഞാൽ ഹൗദുൽ കൗസർ കിട്ടണീന്റെ പ്രതിഫലമായിരുന്നു നിങ്ങൾക്കൊക്കെ ഒരു സമയത്ത്. തൊപ്പിയാണെങ്കിലോ ഇപ്പൊ എല്ലാവരും ഭയങ്കര മോട്ടിവേഷൻ, തൊപ്പിയുടെ മാരി ആകണം എന്നൊക്കെ. ഈ ഞാൻ പോലും വിചാരിച്ചിരുന്നു എന്ത് ജീവിതം അവൻ്റെയൊക്കെ, അമ്മാര് റിച്ച്, ഒരു നാൾ എന്നൊക്കെ പറഞ്ഞിട്ട് BMW ഒക്കെ എടുത്തു. ആർക്കും ചോദിക്കാനും പറയാനും ഒന്നുമില്ല, ഇഷ്ടം പോലെ പൈസ ഇങ്ങനെ അടിച്ച് പൊളിച്ച് ജീവിക്കാന്ന്. പക്ഷേ ഇവര് പറയുന്നതായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊപ്പി മറ്റേ ചിക്കനും ബിരിയാണിയാണ്, ഇവര് കഞ്ഞിയും ചമ്മന്തിയാണ് അവിടെ. തൊപ്പിയുടെ കാമിക്ക് വരെ വന്ന് പറഞ്ഞത്ര ഇവനോട് മമ്മുഞ്ഞിനോട് എന്തേ പോയിട്ടൊന്ന് ഓന്റെ ഷെഡി കെക്കുക എന്നുള്ളത്. അത്ര വലിയ ത്യാഗം അനുഭവിച്ചിട്ട് നിൽക്കുന്നു നാട്ടിക്ക് വരാൻ വിസല്ലാഞ്ഞിട്ട്. ഇവനൊക്കെ ആ തൊപ്പിയുടെ പിന്നാലെ പോയ സമയത്തുണ്ടല്ലോ എമ്മാരി എന്തെല്ലാം തെറി ഡബിൾ മീനിങ്ങുള്ള വാക്കാ പറഞ്ഞിരുന്നത്. ഇപ്പൊ പിന്നുള്ള ഈ ഷമീർ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓന്റെ പിന്നെ പെങ്ങളുടെ കല്യാണത്തിന് കാശ് ചോദിച്ചിട്ട് അത് തൊപ്പി കൊടുത്തില്ല അത്രേ. തൊപ്പി വെറും സർപ്രൈസിന്റെ ആളായിരുന്നു. ഈ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വിചാരിച്ചിക്കണോ അല്ലേ എന്നൊന്നും അറിയില്ല. പക്ഷെ ഓലൊക്കെ പറയുന്നത് തൊപ്പി എല്ലാവർക്കും ചെയ്യും, എങ്ങനെ റീച്ചിന് വേണ്ടി എല്ലാവർക്കും ചെയ്യും, പക്ഷെ ഞങ്ങൾക്ക് മാത്രം ഒന്നും ചെയ്യൂല. ചായ കുടിക്കാൻ ഒരു ദിവസം 30 രൂപ തരും, അതിൽ കൂടുതലൊന്നുമില്ല. ഞങ്ങൾ പച്ചക്കറി കൂട്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കല്, ഓം മറ്റേ ചിക്കൻ ഫ്രൈ കൂട്ടിയിട്ടുമാണ് കഴിക്കല്. അതൊക്കെയാണ് അവിടുത്തെ അവസ്ഥ എന്ന്. ഈ തൊപ്പി പറയുന്നത് ഇവര് പെണ്ണുങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് എന്തൊക്കെ മറ്റേ കാണിച്ചു കൊടുക്കുകയാണ്, ഇതാക്കുകയാണ്, അത് കാരണമാണ് ഓല ഒഴിവാക്കിയത്. ഇതാര് പറയുന്ന സത്യം എന്നറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, 99.99% എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞ കേട്ടോ, ഇത് വെള്ളി ഫുള്ള് ഡ്രാമ. കാരണം എന്താ പറയുക, തൊപ്പിയുടെ ഒരു പടം ഈ ഇടക്കായിട്ട് പിന്നെ ഷൂട്ടിങ്ങിനെന്നൊക്കെ പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞ് പോയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 6-7 മാസമായി. ഇപ്പൊ അതിന്റെ പ്രൊമോഷനൊക്കെ ആയിട്ട് ഓരോ സ്റ്റേജിൽ കൂടെ ഒക്കെ കാണൽ തുടങ്ങിയിരിക്കണം അതിന്റെ വീഡിയോസുകളൊക്കെ. ഈ സമയത്ത് ഈ ഒരു 2-3 മാസമായിട്ട് തൊപ്പിയുടെ അവരുടെ അഡ്രസ്സും ഇല്ല, ഇങ്ങനെ ഒരാളെ കുറിച്ചേ മലയാളികൾ മറന്നിക്കണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരെന്നെ ചിലപ്പോൾ ഒരു കളി കളിക്കുന്നതായിരിക്കും. എന്താ അറിയോ, തൊപ്പിനെ ഇപ്പൊ നെഗറ്റീവിനാണ് ഏറ്റവും കൂടുതൽ പിന്നെ ശ്രദ്ധ പിടിച്ചു പറ്റണത്. അതായത് ഇന്നോട് തന്നെ എത്ര ആളുകൾ ചോദിച്ചിരിക്കണു, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരാം, നമ്മളിന്ന് നെഗറ്റീവ് അടിക്കുമോ നിങ്ങളെ, ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങളൊന്ന് നെഗറ്റീവ് അടിച്ചു തരുമോ, നമ്മളൊന്ന് ശ്രദ്ധിക്കാനായിട്ട്. ഞാൻ അപ്പം തന്നെ ഓരോരുത്തർ പറഞ്ഞു, എന്താ അറിയോ, ഈ പ്രൊമോഷൻ അടക്കം ഞാൻ ഇതിമക്ക് വല്ലാതെ പോവാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം തരികട പരിപാടിക്ക് എനിക്ക് നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ വേറെ ആളെ പിടിച്ചോളി, എനിക്ക് എന്തായാലും വയ്യാറ്. അതായത് നെഗറ്റീവ് പറയാൻ പറഞ്ഞിട്ട് ആളുകൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ കാലത്ത് ഒരു നെഗറ്റീവ് ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നതിന് വലിയ പാടാ. പണ്ടില്ലോല് പറഞ്ഞിരുന്നത് എന്ത്, നല്ലതെന്ന് പറയിപ്പിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്, പക്ഷെ മോശം എന്ന് പറയിപ്പിക്കുക ഒറ്റ സെക്കൻഡ് മതിയെന്ന്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, മോശം എന്ന് പറയാനാണ് ടൈം കൂടുതൽ. ഇത് ഫേക്കാണോ ഇത് ഒറിജിനലാണോ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ഓനിക്ക് നെഗറ്റീവ് കൊടുക്കാമെന്ന് വിചാരിച്ച. നെഗറ്റീവ് എങ്ങാനും കൊടുത്താൽ ഓൻ്റെ മണ്ടവര തെളിഞ്ഞു. അതാണ്. അപ്പൊ എനിക്കിങ്ങനെ തോന്നുക ഈ സിനിമയുടെ പ്രൊമോഷനായിട്ടുള്ളൊരു കളിയാണോ ഇപ്പൊ ഇവര് കളിച്ചും കൊണ്ടിരിക്കണേന്നുള്ളത്. കാരണം അത്രയ്ക്ക് നല്ല മുതലുകളല്ലേ ഇവലൊക്കെ. കാര്യങ്ങളൊക്കെ ഭയങ്കര വലിയ സീരിയസ് ആയിട്ടുള്ള മാതിരിയാണ് ഇപ്പൊ തൊപ്പിയുടെ ഭാഗത്ത് വരുന്നത്. ഞാൻ അത് പുറത്തു വിടും, ഞാൻ ഇത് പുറത്തു വിടും, എന്റെ ബ്ലറാക്കാതെ വിടുന്ന. മറ്റൊരാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വേറെ ചാനലിൽ കൂടെ ഓരോ ദുരിതവും കഷ്ടപ്പാടും പറഞ്ഞിട്ട് അങ്ങനെ കുടുങ്ങി കിടക്കിയിരുന്നു. നാട്ടിൽ കൂടി ഒന്ന് വരാനോ ഒരു ഫോൺ ചെയ്യാനോ ഒന്നിനും പറ്റിയില്ല. ഓട് വരയിന്നാണ് ഞാൻ ഇറങ്ങി വന്നത്. ഇപ്പോഴും ആ ഓട് വരന്നെ ഉള്ളൂ അവിടെ. മറ്റവനും പറയുന്നുണ്ട് എന്റെ പെങ്ങന്മാരെ കെട്ടിക്കണം, അമ്മാനെ നോക്കണം, അതിനൊക്കെ ഞാൻ തന്നെ ഉള്ളൂ. തൊപ്പി സഹായിക്കുന്നു വിചാരിച്ചു, അപ്പൊ തൊപ്പി സഹായിച്ചില്ല. വേറെ ഒരുത്തം വന്നിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല, 2 ലക്ഷം സാലറി ഒഴിവാക്കിയിട്ട് തൊപ്പിയുടെ പിന്നാലെ കൂടി എന്ന് പറഞ്ഞിട്ട് ഓർമ്മ ഉണ്ടോ? അതായത് തൊപ്പി അത്രയും സാലറി കൊടുക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് തൊപ്പിയുടെ പിന്നാലേക്ക് ഒന്ന് കയ്യുമുത്തുക, പിന്നെ അടുത്തിരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ഭാഗ്യമാണ്. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെ അടുത്തിരുന്നാൽ പോലും കിട്ടാത്തൊരു ഭാഗ്യമാണ് ചില ആളുകൾക്കൊക്കെ തൊപ്പിയുടെ അടുത്തിരുന്നാൽ. അപ്പൊ എന്തായാലും ഒക്കെ കൂട്ടിയും കഴിച്ചും നോക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ ഇതൊരു ഡ്രാമ ആയിട്ടാണ് തോന്നുന്നത്. കാരണം അതല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും കാലമില്ലാതെ പെട്ടെന്ന് ഇവർക്കൊരു ബോധോദയം എവിടുന്ന് വന്നു. ഒരാൾ ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് പണിക്ക് പോയി, നമുക്കത് പറ്റിയില്ല വേണ്ട എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോരൂലേ.
ഓൻ നിർബന്ധിച്ച് തല്ലിയടിപ്പിച്ചൊന്നല്ലല്ലോ, നമ്മൾ കേരളത്തിലല്ലേ താമസിക്കുന്നത്. എന്നിട്ട് ഓൻ പറയണം എത്രയും കാലം ഞാൻ ശമ്പളം ഇല്ലാതെ നിന്നീന്നത്. അന്റെയൊക്കെ വീട്ടുകാർ കണ്ടീന്നില്ലടാ ചങ്ങായിമാരെ, നിങ്ങൾ ഈ കാണിച്ചു കൂട്ടിന്ന് തമ്മാടിത്തരം എന്തൊക്കെ തരം വർത്തമാനങ്ങൾ നിങ്ങൾ ഇതിൽ ഇരുന്ന് പറഞ്ഞിന്ന്. അന്നൊന്നും നിങ്ങൾക്ക് പെങ്ങളോ ഉമ്മേ അല്ലെങ്കിൽ വാപ്പേ കുടുംബോ ആരും ഉണ്ടായിരുന്നില്ലേ? ഒന്നല്ലെങ്കിൽ ഇത്രയും നിങ്ങളെ വലുതാക്കിയിട്ടല്ലേ നിങ്ങളിപ്പോ ഈ തൊപ്പിയുടെ അടുത്തൊക്കെ വന്നത് അല്ലെ? നിങ്ങൾ തൊപ്പിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ മുഴുവൻ ശരിയുണ്ടെന്ന് വെക്കുക, എന്നാലും നിങ്ങൾ അംഗീകരിക്കൂല. കാരണം എന്താ അറിയോ, നേരത്തെ ഞാൻ പറഞ്ഞ തന്നെ നിങ്ങൾക്ക് വിസയും പാസ്പോർട്ടും ഉണ്ടായിരുന്നില്ലല്ലോ ഓൻ്റെ ഇരുന്നിട്ട് പോരാന് അല്ലെ? ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്താലേ അതിന് ഞങ്ങളൊരു പിരിവൺ നടത്താം. നമ്മൾ റഹീമിനെ അവിടുന്ന് കൊടുന്ന മാതിരി ഒരു പിരിവൺ നടത്താം, നിങ്ങളെ കുടുംബം കഴിച്ചില്ലാകാം. നേരാവണ്ണം വല്ല പണിക്കും തൊഴിലും പോയിട്ട് കുടുംബം നോക്കിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും. മാത്രമല്ല നിങ്ങളൊന്നും പെണ്ണ് കെട്ടാത്ത ചെക്കന്മാരല്ലേ, കല്യാണം കഴിയാത്ത ചെക്കന്മാരല്ലേ. ഇതൊക്കെ മറ്റുള്ളവരിങ്ങനെ കാണുന്നുള്ളൊരു ബോധമെങ്കിലും വേണ്ടേ. പക്ഷെ അങ്ങനത്തെ ഒരു ചിന്താഗതിക്കാരിപ്പം ഇല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നെഗറ്റീവ് ആണെങ്കിലും കിട്ടാൻ ആളുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ മറ്റേ ഷാജഹാൻ വന്നിരുന്നു, അത് കിട്ടി നിങ്ങളെ നമ്മളെ പഴയ ഷാജഹാൻ. ഞാൻ അന്ന് പറഞ്ഞില്ലേ തൊപ്പി പെരും ഫ്രോഡാണ് എന്നുള്ളത്. ഇപ്പം എങ്ങനെ ഉണ്ട് അതൊക്കെ ചോദിച്ചിട്ട് വായിക്കും വലിയ ഫ്രോഡ് കളി കളിച്ചിട്ടാണ് ഇവിടുന്ന് ഏറെപ്പോയത്. ഒരു മറ്റേ തട്ടിക്കൊണ്ടുപോകലും കാറടിച്ച് പൊളിച്ചലും എന്നിട്ടൊരു മാപ്പ് പറച്ചിലും. ഇപ്പം ആള് വേറെ എന്തൊക്കെ പരിപാടിയും കൊണ്ട് നടക്കണേ. എങ്ങനെയെങ്കിലും നടക്കട്ടെ, എന്നാലും വേണ്ട ഈ ആളുകളെ പറ്റിച്ചിട്ടുള്ള പരിപാടിക്ക് ഒന്ന് നിൽക്കാതിരുന്നാൽ മതി. ഇവരൊക്കെ ചെയ്തും കൊണ്ട് അതായിരിക്കണേ. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ മൊത്തം തൊപ്പിയായില്ലേ, അതാണ് ഇതിന്റെ കളി. മനസ്സിലായി? ഇത്രേ അവരും ആഗ്രഹിച്ചിട്ടുള്ളൂ. ഈ മമ്മുഞ്ഞും സെമീറും അല്ലേ ഇതെന്താ വെച്ചാൽ ഓല് വേറെ ചാനലിമേ കളിക്കണത്. മനസ്സിലായോ? ഓലൊക്കെ സെപ്പറേറ്റ് വരുമാനം ഉണ്ടാക്കാനുള്ള പരിപാടിയും കൊണ്ട് വെക്കുക. കൂട്ടത്തില് തൊപ്പിക്ക് നല്ലൊരു പ്രൊമോഷനും പുറത്തുകൂടിയും വരും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വെറുതെ ഓലത് ഇങ്ങനെ കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ കേൾപ്പിച്ചും കൊണ്ടൊന്നും കാര്യമില്ലല്ലോ. ഇതിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറഞ്ഞതാണ് പക്ക ഡ്രാമ കളിച്ചാണ് പോലെ. അതിന് നമ്മൾ പൊട്ടനായി നിന്നു കൊടുക്കാതിരുന്നാൽ മതി. എന്നാ ശരി, പോട്ടെ.